എവ്രിവൺ, ഷാലോം കിഡ്സിന്റെ രസകരമായ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്ത് രസാണ് സുനിത സിസ്റ്റർ പറയുന്ന കേൾക്കാൻ. ഈ എനർജറ്റിക് ആയ സിസ്റ്റർ നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. ഇന്നും സിസ്റ്റർ ഒരു മനോഹരമായ കഥയുമായി എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ വാർത്തെടുക്കാൻ ഈ സെഗ്മെന്റ് നമ്മെ സഹായിക്കും. അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികൾ. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. എന്ന സിസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ ഒരു സുന്ദര കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥ എവിടെ നിന്ന്? നമ്മുടെ വിശുദ്ധ ബൈബിളിൽ നിന്ന്. പഴയ നിയമത്തിലോട്ട് നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ നമ്മൾ സാമുവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു സുന്ദര കഥയാണ്. ഓക്കെ, ദാവീദ് രാജാവിനെ അറിയാമല്ലോ. ഓക്കെ, ദാവീദ് രാജാവിനെ അറിയാം. അപ്പോൾ ആ രാജാവ് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു കുഞ്ഞു തെറ്റിലൊക്കെ പോയി വീണു. അപ്പോൾ അത് ഓർമ്മിപ്പിച്ച് കൊടുക്കാൻ നമ്മുടെ ഈശോ അങ്ങനെയാണല്ലോ, നമ്മൾ വീണ അങ്ങ് അവിടെ കിടന്നോ, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ച് ജാമാക്കി ജ്യൂസാക്കി അങ്ങ് കളയത്തില്ല. ഈശോ നമ്മളെ പൊക്കിയെടുത്ത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. അപ്പോൾ അതുപോലെ നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിടും. ഈ പ്രവാചകൻ എന്ന് വെച്ചാൽ അറിയാവോ? സാരമില്ല, ഡോണ്ട് വറി, സിസ്റ്റർ പറഞ്ഞുതരാം. പ്രവാചകൻ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ സാധാരണക്കാരനാണ്. ഓക്കെ, പക്ഷേ അവർക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന സംഭവങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ മൗത്ത് പീസ് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ദൈവം മനസ്സിൽ കാണുന്നത് അല്ലെ ദൈവം പറയുന്നത് അവർക്ക് മനസ്സിലാക്കി അവർ ജനങ്ങളോട് പറയും. ഓക്കെ, അതെന്തായാലും ചിലപ്പം നല്ല ന്യൂസ് അല്ലായിരിക്കും, ബാഡ് ന്യൂസ് ആയിരിക്കും, ചിലപ്പം ഗുഡ് ന്യൂസ് ആയിരിക്കും. ഏത് ന്യൂസ് ആയാലും അവർ ധൈര്യത്തോടു കൂടി രാജാവായാലും ശരി, പണ്ഡിതനായാലും ശരി, പാമരനായാലും ശരി, ദരിദ്രനായാലും ശരി, ആരുടെ മുന്നിലും നെഞ്ച് നിവർത്തി നിന്ന് അവർ കിടിലമായിട്ട് പറയും. അതാണ് ദൈവത്തിൻ്റെ പടയാളികളുടെ പ്രത്യേകത. അപ്പോൾ നാഥാൻ പ്രവാചകൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഈ രാജാവിനടുത്ത് ഒരു കഥ പറയുവാണ്. കഥ ഇങ്ങനെയാണ്. ഒരു പട്ടണത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരു ധനവാനും, ഒത്തിരി സമ്പത്തുള്ള ധനവാനും, മറ്റേതൊരു അയ്യോ പാവം അന്നന്ന് ജോലിക്ക് പോയി കാശ് കൊണ്ടുവന്ന് ഭക്ഷിക്കുന്ന ഒരു ചേട്ടനും കുടുംബവും. ഓക്കെ, ധനവാനും ദരിദ്രവാനും. അപ്പോൾ ധനവാന് ഒത്തിരി ആടുകളുണ്ടായിരുന്നു, 100 കണക്കിന് ആടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ പാവം ദരിദ്രനാണെങ്കിലോ കുറേ കാലത്തെ കാശ് കൂട്ടി വെച്ച് ഒരു കുഞ്ഞു സുന്ദരി ആടിനെ സ്വന്തമാക്കി. ആ ചേട്ടൻ്റെ വീട്ടിലെ മക്കൾ അതിന് ആലീസ് എന്ന് പേരിട്ട്. ഓക്കെ, അപ്പോൾ സുന്ദരി കുട്ടിയായ ആലീസ് ആട് അവിടെ അവരോടൊപ്പം വളർന്നു വരികയായിരുന്നു. അപ്പോൾ ഒരിക്കലുണ്ടല്ലോ ഈ ധനവാൻ്റെ വീട്ടിൽ കുറേ ഗസ്റ്റ് വന്നു, കുറേ വിസിറ്റേഴ്സ് വന്നു. വിസിറ്റേഴ്സ് വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? വീട്ടിലിരിക്കുന്ന ഇന്നലത്തെ ഭക്ഷണമൊന്നും നമ്മൾ കൊടുക്കാറില്ല അല്ലേ? നല്ല ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഓക്കെ നമുക്ക് ഒരാടിനെ തട്ടിക്കളയാം, ഓക്കെ അതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആട്ടും കൂട്ടിൽ പോയി നോക്കുമ്പോൾ കുറേ ആടുകൾ ഇങ്ങനെ നിൽക്കും. അയാൾക്ക് ഒന്നിനെ പിടിച്ച് അതിനെ കൊല്ലാനുള്ള മനസ്സില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആർക്ക് ഭക്ഷണവും കൊടുക്കണം, പക്ഷെ എൻ്റെ ആടിനെ എടുക്കാൻ പാടില്ല, എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് അപ്പുറത്തുനിന്ന് മേ എന്നുള്ള ആരുടെ വിളി? ആലീസ് കുഞ്ഞാടിൻ്റെ വിളി. അപ്പോൾ ഇയാൾക്കൊരു ഐഡിയ വരും. ഇയാൾ വിചാരിക്കും എങ്ങനെയെങ്കിലും അപ്പുറത്തുള്ള ആലീസ് കുഞ്ഞാട്ടിനെ തട്ടിയെടുത്ത് അതിനെ വകവരുത്തി കറി വെച്ച് അവർക്ക് കൊടുക്കാം. അയാൾ ചിന്തിച്ചു, അയാൾ അത് നടപ്പിലാക്കി. പാവം ആ ചേട്ടന് ഒരൊറ്റ ആടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിനൊക്കെ ഒന്നും. പക്ഷെ അയാളുടെ ആടിനെ തൊട്ടില്ല. അപ്പോൾ കഥ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ സിസ്റ്റർ ചോദിക്കട്ടെ, ആ പാവപ്പെട്ട ചേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ കുഞ്ഞുമക്കൾ നിങ്ങളെപ്പോലുള്ള കുഞ്ഞു കുട്ടികളല്ലേ, അവർ ഓമനിച്ച് വളർത്തിയതിനെ തട്ടിയെടുത്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? വിഷമം തോന്നും, സങ്കടം തോന്നും അല്ലേ? അതുപോലെ പാവം അവർക്കുണ്ടായി. ഈശോ ഇപ്പോൾ ആരുടെ സൈഡിൽ നിൽക്കും പറ? ആ ധനവാന്റെ സൈഡിൽ നിൽക്കുമോ അതോ ആ പാവം ദരിദ്രൻ്റെ സൈഡിൽ നിൽക്കുമോ? ദരിദ്രൻ്റെ സൈഡായിരിക്കും അല്ലേ? ഈശോ എപ്പോഴും നമ്മളെ കൂടെ നിൽക്കണല്ലേ. അപ്പോൾ ആ ദരിദ്രൻ്റെ സൈഡായിരിക്കും. എൻ്റെ കുട്ടാ, നമ്മളതുപോലെ ചിലപ്പോഴൊക്കെ ധനവാനെ പോലെ ആയിപ്പോവും നമ്മളെ പെരുമാറ്റം കണ്ടാലേ. എങ്ങനെയാ? നമുക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും നമുക്കൊരു സന്തോഷമില്ല. നമുക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും നമ്മൾ പറയാം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം. നമുക്ക് പ്രശ്നങ്ങൾ എത്ര മേക്കപ്പ് ഇട്ടാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. ഓക്കെ, അതുപോലെ നമുക്ക് കഴിവുകളുണ്ട്, അറിവുണ്ട്, എത്ര കിട്ടിയാലും നമുക്ക് വീണ്ടും വേണം. ഉദാഹരണത്തിന് ചിലവർ പറയില്ല 9 A+ കിട്ടി, 1 A ആയിപ്പോയി, പക്ഷെ ദുഃഖം എന്തിനാണ്? അതും കൂടി 1 A+ ആയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിയില്ലേ? അങ്ങനെയാവരുത്. നമുക്ക് കിട്ടിയ അങ്ങനെ ചെയ്യണം. താങ്ക് യു ജീസസ്, താങ്ക് യു, 9 നീ എനിക്ക് തന്നല്ലോ,
9 കിട്ടാത്ത എത്ര പേരുണ്ട്, സാരമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറഞ്ഞു പോകണം. അതാണ് നമ്മുടെ ഈശോയുടെ പക്ഷത്തുണ്ടെങ്കിൽ അതിൻ്റെ ഗുഡൻസ്. ഓക്കെ, ഈ 10ാമത്തെ കൽപ്പന എന്താ? അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. എന്താ? അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പം അത് മോഹിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതിനുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട, വെറും 3 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തത്, നമുക്ക് ആവശ്യത്തിലധികം സാധനം ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഡ്രസ്സായിരിക്കും, കുഞ്ഞുടുപ്പൊക്കെ ഇല്ലേ, കുഞ്ഞുടുപ്പ് നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഉടുപ്പ് പക്ഷെ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടൊക്കെ ഇരിക്കുവാണ്, പക്ഷെ 1 വർഷമായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ അമ്മയുടെ സാരിയൊക്കെ ആയിരിക്കും, ഓക്കെ, സാരിയോ ചേച്ചിയുടെ ചുരിദാറോ ഒക്കെ ഉണ്ടല്ലോ, കുറേ കാലമായിട്ട് എന്ന് വെച്ചാൽ 1 വർഷമായിട്ട് നമ്മൾ കബേർഡിൽ, ഗോദ്രേജ് കബേർഡിൽ ഇങ്ങനെ സംഗതി വെച്ച് വയ്ക്കുക, അതിന് നമ്മൾ എടുക്കുന്നേ ഇല്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ട, നിങ്ങൾ പോയി അമ്മയും പപ്പയുടെ അടുത്തൊക്കെ പറയണം, അതിനെടുത്ത് ചേട്ടന്മാർ, നമ്മളെക്കാട്ടിലും ദരിദ്രരായിട്ടുള്ള ആർക്കെങ്കിലും നല്ലതാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലെ പുതിയത് വാങ്ങിച്ചു കൊടുക്കണം, നല്ല നീറ്റായിട്ട് കഴുകി തേച്ച് ഉണക്കി അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. ചെയ്യല്ലോ, നിങ്ങൾ ചേച്ചറിയാം. അപ്പോൾ ഒന്നാമത്തേത് തന്നെയാണ്, ആവശ്യത്തിലധികം സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിക്കൂട്ടി നമ്മളെ വീട് നിറയ്ക്കേണ്ട, മനസ്സ് നിറയ്ക്കേണ്ട, നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്വർഗത്തിൽ സമ്മാനങ്ങൾ കൂടി വരും. ഓക്കെ, 2ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ വസ്തുക്കൾ എന്തിനാ നമ്മൾ മോഹിക്കുന്നത്? നമ്മളെ തന്നെ അനുഗ്രഹിച്ച് നമ്മളെ തന്നെ ഒന്ന് സെറ്റാക്കാം, ഡെവലപ്പാക്കാം, അനുഗ്രഹമുള്ളതാക്കി മാറ്റാം, അഭിഷേകമുള്ളതാക്കി മാറ്റാം. എങ്ങനെയെന്ന് പറഞ്ഞേട്ടാ, സിമ്പിൾ. ദിവസവും നമ്മൾ കണ്ണാടി നോക്കില്ലേ, അല്ലേ, നമ്മളെ സുന്ദരിയായിട്ടുള്ള മുഖം നമ്മളിങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞ് നോക്കില്ലേ, അതുപോലെ നമ്മൾ കണ്ണാടിയിൽ മുന്നിൽ പോകുമ്പോഴോ അല്ലെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ നമുക്ക് ജില്ലാകാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഒരു ദീർഘനിശ്വാസം, ഓക്കെ, സെറ്റായി. എന്നിട്ട് പറയണം, ഞാൻ അനുഗ്രഹീതയാണ്, ഞാൻ മിടുക്കിയാണ്. അപ്പം നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലോ, ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ്, ഞാൻ കഴിവുള്ളവളാണ്, ഞാൻ വിജയിയാണ്, ഞാൻ അഭിഷേകമുള്ളവളാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകളാണ്. അപ്പം നിങ്ങൾ പറയാം, സിസ്റ്റർ ഈ മലയാളം വാക്കുകളൊന്നും അങ്ങോട്ട് വരുന്നില്ല, നമ്മളെല്ലാം ഇംഗ്ലീഷുകാരാണ്, ഇംഗ്ലീഷ് മീഡിയത്താണ് പഠിക്കുന്നത്. ഡോണ്ട് വറി, ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, ഐ ആം എ ബ്ലെസ്സിങ്, ഐ ആം സ്മാർട്ട്, ഐ ആം ഇൻ്റലിജൻറ്റ്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി. അങ്ങനെ നമ്മൾ 5 ഡയലോഗ് നമ്മുടെ കണ്ണാടിയിൽ നോക്കി നമ്മൾ റെഡി ആയിട്ട് നിന്ന് ആ ഉഷാറോടുകൂടി പറയണം. അല്ല ഉറക്കം തോന്നിയ ഐ ആം എ ബ്ലെസ്സിങ്, ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ ബ്ലെസ്സിങ് ആണ് എന്ന് പറഞ്ഞ് താഴെ നോക്കിയെന്ന് പറയല്ലോ. നമ്മൾ പറയുകയാണെങ്കിൽ ആ 5 കൂടി, യെസ് ഐ ആം എ ബ്ലെസ്സിങ്, ഐ ക്യാൻ ഡു ഇറ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് ഐ ക്യാൻ ഡു എവറിത്തിങ്, ഐ ആം ആൻ എക്സലൻറ്റ്. ഓക്കെ, നമ്മൾ ഈശോരെ കൂട്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ആവറേജ് ആൾക്കാരായി ജീവിക്കേണ്ടവരില്ല, നമ്മളിങ്ങനെ എബോവ് എക്സലൻസിൽ പോയേണ്ട ആൾക്കാരാണ് കേട്ടോ. നമുക്ക് പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, നമുക്ക് സ്വർഗത്തിൻ്റെ സഹായമുണ്ട്. ആമേൻ. അപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു അല്ലേ. ഇനി 3ാമത്തെ കാര്യം, നമ്മുടെ കുറവുകളിൽ നോക്കി അതിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കുറവുകളുണ്ട്, പക്ഷെ ആ കുറവുകളിൽ നോക്കി നമ്മൾ അതിനകത്തിരിക്കുന്ന അനുഗ്രഹം കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് വീടില്ല, പപ്പയ്ക്ക് ചെറിയ ജോലിയൊക്കെ ഉള്ളൂ, വലിയ കൊട്ടാരം വയ്ക്കാനൊന്നും ആസ്തിയില്ല. ഡോണ്ട് വറി, നമ്മൾ അതിനെ നോക്കി ദുഃഖിക്കാതെ നമ്മൾ പറയുവാണ്, താങ്ക് യു ഈശോയെ, എനിക്ക് ഒരു നല്ലൊരു വീട് തന്നതിന്, വാടക വീടായാലും എനിക്ക് വീട് തന്നതിന്, രാത്രി അന്തി ഇറങ്ങാൻ ഒരിടം തന്നതിന് താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ പറയണം, എനിക്ക് 10 വിഷയം പഠിക്കണം, അതിൽ 2 വിഷയം കണക്കും, ഇംഗ്ലീഷ് നിങ്ങൾ ഓക്കെ ആയിരിക്കും, നമുക്ക് ഹിസ്റ്ററി എടുക്കാം. ഇത് 2 അങ്ങോട്ട് ദഹിക്കുന്നില്ല, എത്ര ശ്രമിച്ചാലും നമുക്ക് പറ്റുന്നില്ല. അപ്പം നമ്മൾ സാധാരണ അതല്ലേ സൂം ചെയ്യണേ, അത് സൂം ചെയ്യണേ നമുക്ക് താങ്ക് യു ഈശോയെ, എനിക്ക് 8 വിഷയം പക്ക ഓക്കെയാണ്, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം, പക്ഷെ 2 വിഷയം ഒന്ന് പോക്കാണ്, സാരമില്ല ഈശോയെ, ഞാൻ അതും കയറ്റി എടുത്തോളാം, അതെൻ്റെ ജീവിതത്തിൽ ഇച്ചിരി രോഗിയാണ്, ഇച്ചിരി മരുന്നും കുറച്ച് അറ്റൻഷനും ഒക്കെ കൊടുക്കുമ്പോൾ അവൾ കയറി വന്നോളും. താങ്ക് യു ഈശോയെ, എനിക്ക് 8 വിഷയം പഠിക്കാനുള്ള ഒരു കഴിവ് നീ തന്നല്ലോ, എനിക്കൊരു ബുദ്ധി തന്നല്ലോ, താങ്ക് യു. ഓക്കെ, ഇനി പറയാണ്, എൻ്റെ ശരീരമെല്ലാം ഇങ്ങനെ വണ്ണം വെച്ച് വീർപ്പോ വിപ്പ പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ വീർത്തിരിക്കുവാണ്, ആൾക്കാരൊക്കെ കളിയാക്കാണ്, നീ ഇങ്ങനെയാണ്, നീ ഭക്ഷണം കുറയ്ക്കണം, നിൻ്റെ ഹോട്ടൽ ഭക്ഷണം ജങ്ക് ഫുഡ് കുറയ്ക്കണം, ലാലല ആര് കണ്ടാലും ഇതാണ് പറയുന്നത്. അപ്പം നമ്മളെന്നാ സാധാരണ ഇങ്ങനെ പുറകോട്ട് വലിയ സാധ്യതയുണ്ട്. ഫോട്ടോയൊക്കെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമല്ലേ, ഇങ്ങനെ മാറി നിൽക്കും.
നോ പ്രോബ്ലം. ദൈവം ഇച്ചിരി ഇത് തന്നാൽ അത് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാൻ സെറ്റാക്കിക്കോളും, എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ കളറ്, മോനെ നോക്കണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഐ ലവ് ഇറ്റ്. ഞാൻ മിടിക്കുകയാണ്, ഞാൻ ക്യൂട്ടാണ്, ഞാൻ സുന്ദരിയാണ്, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ഇറ്റ്, ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനത്തോടെ നമ്മളെ കാണുന്നു. ഓക്കെ, അപ്പോൾ കുറവുകളിൽ സൂം ചെയ്ത് അതിലൊളിഞ്ഞിരിക്കുന്ന നന്മകൾ കണ്ടെത്തുക. മുമ്പ് സിസ്റ്റർ എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ സാധനങ്ങളെ നോക്കി നമ്മൾ നെടുവീർപ്പിട്ട് വെള്ളം ഇറക്കി ജീവിക്കാതെ നമ്മളെ തന്നെ അനുഗ്രഹിച്ച് അങ്ങനെ ഉയർത്തണം. ഒന്നാമത് തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക, നമ്മൾ കളയുക. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മളെക്കാട്ടിലും പാവപ്പെട്ട ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ അനിയത്തിമാർക്കോ വാവുമാർക്കോ ഒക്കെ കൊടുക്കുക. ഓക്കെ, 3 കാര്യങ്ങൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ട നമ്മൾ 10ാമത്തെ പ്രമാണം ചെയ്യും, എന്ന് വെച്ചാൽ കൽപ്പന പാലിക്കും, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേലിക്ക് മീതെ, മതിലുകൾക്ക് മേലെ, മലകൾക്ക് മേലെ ഉദയസൂര്യനെ പോലെ നമ്മൾ ഉദിച്ചു പൊങ്ങും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൂട്ടുകാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, എൻ്റെ ടൈം ശരിയില്ല, അതുകൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെയല്ല കൂട്ടുകാരെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് സ്വർഗമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമുക്ക് വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ അതിനേക്കാൾ നല്ലൊരു കാര്യം ഈശോ നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായി അടുത്ത സെഗ്മെന്റ് നമ്മെ സഹായിക്കും. അവർ സെക്കൻഡ് സെഗ്മെന്റ് തോട്ടാനച്ചനും കുട്ടിയോളും. ഈശോയുടെ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഈ പുതിയ പ്രോഗ്രാമിലെ ജോണിക്കുട്ടി ഒരു പുതിയ സംശയമായിട്ടാണ് വന്നിരിക്കുന്നത്. ജോണിക്കുട്ടി, നിന്റെ സംശയം ഇവരോടും കൂടി എല്ലാവരോടും ഒന്നും കൂടി ചോദിച്ചേ. അച്ഛാ, ദൈവം എല്ലാം മുൻകൂട്ടി വിധിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? എല്ലാം ദൈവം നിശ്ചയപ്രകാരമാണ് നടക്കണേന്നാണ് ജോണിക്കുട്ടി വിചാരിക്കുന്നത് അല്ലേ? പക്ഷെ ജോണിക്കുട്ടി, ദൈവം നമ്മുടെ മുമ്പിലെ അവസരങ്ങളൊക്കെ വെച്ചിരിക്കുക. നമ്മൾ ആ അവസരങ്ങളോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുകയാണ് വേണ്ടത് സത്യത്തിൽ. അല്ലാതെ ദൈവം എല്ലാം അങ്ങനെ കൃത്യമായിട്ട് ഇന്നാൾ ഇന്ന പോലെ ചെയ്യണം, ഇന്നാൾ ഇന്ന പോലെ പറയണം, അങ്ങനെയൊന്നല്ല വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല ജോണിക്കുട്ടി. അതിങ്ങനെയാ വചനം പറയുന്നത്, നിന്റെ മുമ്പിൽ ഇതാ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. നിത്യമായി ജീവിക്കേണ്ടതിന് നീ നന്മയെ തെരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമുക്കായിട്ട് നല്ല നല്ല പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. അതും കൂടി വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, ക്രിയാത്മകമായി അതിനോട് പ്രത്യുത്തരിക്കണം. അതാണ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റെസ്പോണ്ട്. ഓക്കെ, പ്രതികരിക്കാനുള്ള കഴിവാണ്. അതിന് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. മനസ്സിലായോ മക്കൾക്ക്? അല്ലാണ്ട് ഒക്കെ എൻ്റെ തലവരയാ, എൻ്റെ വിദ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മടിയും പിടിച്ചിരുന്ന വല്ല കാര്യം ഉണ്ടാവോ? ഈശോ അത് ഒന്നുകൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. 5 താലന്ത് കൊടുത്തു, 3 താലന്ത് കൊടുത്തു, 1 താലന്ത് കൊടുത്തു. 5 കിട്ടിയ ആൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു, 10 താലന്താക്കി. 3 താലന്ത് കിട്ടിയ ആൾ എന്ത് ചെയ്തു? 3 കൂടി ഉണ്ടാക്കി, 6 താലന്താക്കി. 1 കിട്ടിയാളോ കുഴിച്ചു കുത്തി, എനിക്കിതൊന്നും കാര്യമില്ല എന്ന് വെച്ചു. അയാളെ ഈശോ പറയാണ് ആ താലന്ത് മേടിച്ച് 5 10 ആൾക്ക് കൊടുപ്പിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ കഴിവുകള്, ലഭിക്കുന്ന അവസരങ്ങള് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗിച്ച് നമ്മൾ ക്രിയാത്മകമായി പ്രത്യുത്തരിച്ച് ജീവിതത്തിൽ പടിപടിയായി ഉയർന്നു പോരണം. അല്ലാണ്ട് എൻ്റെ വിധി തലവര അതൊക്കെ വിചാരിക്കുന്നത് പരാജയപ്പെടുന്നവരുടെ മനോഭാവമാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുതന്ത്രങ്ങൾ മാത്രമാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെ പോലും അവസരങ്ങളാക്കി മാറ്റണം. അവിടെ നമ്മുടെ വിജയിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്കുണ്ട്. നീ ചോദിക്കേ. ഇപ്പൊ ഈ സ്ഥലകാല ദോഷം അല്ലെങ്കിൽ സമയദോഷം എന്നൊക്കെ പറയണില്ലേ, എന്തത് ശരിക്കും? ഈ സ്ഥലം പൊട്ടയാണ്, ഇവിടെ അതുണ്ട് ഇതുണ്ട്, ഇവിടെ നിന്നാ രക്ഷപ്പെടില്ല, അതല്ലേ നീ ഉദ്ദേശിച്ചത്? സമയദോഷം, എൻ്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ അതൊക്കെ അന്ധവിശ്വാസപരമായ കാര്യങ്ങളാണ് മക്കളെ.
നമ്മൾ ക്രിസ്ത്യാനികൾ, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദിവ്യകാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലം സ്വർഗമാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം സ്വർഗമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ വിശ്വസിക്കണ്ടേ. ഏത് പൊട്ട സ്ഥലം വേണമെങ്കിൽ എനിക്ക് തന്നു, അതിനെ ഞാൻ സ്വർഗമാക്കി മാറ്റും. അതാ നമ്മുടെ മനോഭാവം ഉണ്ടാവേണ്ടത്. സമയദോഷം എന്നൊക്കെ പറയുന്നത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, കുയുക്തീകരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചേക്കണ സൂത്രവാക്യാണ്. മടിയന്മാരുടെ, അലസന്മാരുടെ മന്ത്രമാണത്. അതിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ ഏത് സമയത്തെയും ദൈവത്തിന്റെ സമയമാക്കി മാറ്റണം. ഏത് സ്ഥലത്തിനെയും ദൈവികമായ സ്ഥലമാക്കി മാറ്റണം. Are you ready? Are you ready? അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ അന്ധവിശ്വാസങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ബോധ്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നത്. ഈശോയുടെ കൂട്ടുകാരെ, ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വീണു പോകാതെ ദൈവം നൽകുന്ന അവസരങ്ങളോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കാൻ തയ്യാറല്ലേ? അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടെത്തും വരെ ദൈവം നമുക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനിയും നൽകട്ടെ. ദൈവം തന്ന താലന്തുകളെ ഇരട്ടിയാക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. യേശു മേരാ ഹീറോ. കൂട്ടുകാരി, നമ്മുടെ ജീവിതത്തിന്റെ ഹീറോ യേശു മാത്രമാണ്. മൂന്നാമത്തെ സെഗ്മെന്റിലൂടെ നൃത്തം ചെയ്യുന്ന കൂട്ടുകാരോടൊപ്പം നമുക്കും അവിടുത്തെ പാടി സ്തുതിക്കാം. 0 0 0 മേ തും 0 ഹീറോ 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 യേശു മേരാ ഹീറോ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവുകളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ എൽത്ത മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.